എവിടെ പോയിന്നാ ഞാൻ മമ്മിയോട് ചോദിക്കുന്നേ. എന്തായാലും വൈകിട്ട് വരുന്നവരെ ഞാൻ നോക്കിയിരിക്കും. രാവിലെ സാധാരണ എണീറ്റ് പപ്പയായിട്ട് കളിക്കുന്നതായിരുന്നു. എന്തായാലും ബാക്കി വീഡിയോ കാണാം. വാ, എന്നെ അമ്മ പായൽ കൊണ്ട് കിടത്തിയേക്കുക. എന്തിനാന്നറിയോ നിങ്ങക്ക്? അത് ഞാൻ ഇപ്പൊ പറയില്ല, അത് സർപ്രൈസാ. എന്നെ കുറെ നേരം ഇങ്ങനെ കിടത്തുപോയിനി. ഇനിപ്പതൊക്കെ ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങും. എന്തിനാന്നോ, എനിക്ക് വിശക്കില്ലേ? എത്ര നേരമായി അമ്മ എന്നെ ഇവിടെ കൊണ്ട് കിടത്തിയിട്ട്. ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ കരഞ്ഞ് കാണിക്കും, അമ്മ എന്നെ എടുക്കോന്നറിയാൻ. പിന്നെ ഞാൻ ഓരോ കൈയും ഇങ്ങനെ വെച്ച് കാണിക്കും. അപ്പൊ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങും. എന്നാലും അമ്മ എടുക്കില്ല. പിന്നെ എന്റെ അവസാനത്തെ ഒരു പ്രയോഗം ഉണ്ട്, അതിലമ്മ വീഴും. അല്ലേ നിങ്ങൾ കണ്ടോ? പക്ഷെ അമ്മനെ ഈ കരച്ചിൽ എടുക്കുമായിരിക്കും. പക്ഷെ അല്ല ആന്റി അത് കയ്യോടെ പൊക്കി. ഇതെന്റെ കള്ളക്കരച്ചിലാന്ന് പറഞ്ഞു. ശരിക്കും ഇതെന്റെ കള്ളക്കരച്ചിലായിരുന്നു കേട്ടോ. ഇത് കണ്ട കൂട്ടുകാരെ, അമ്മേനെ വീണ്ടും പറ്റിച്ചു. എനിക്ക് കുപ്പിയിൽ പാല് തന്ന് എന്നെ അവിടെ തന്നെ കിടത്തിയേക്ക. കണ്ടോ, ഞാൻ കുറേശ്ശെയൊക്കെ പിടിച്ചു കുടിക്കാറായി. എന്തായാലും വായിന് തിന്നി പോവാന്നേ. ഇനി അടുത്ത കരച്ചിൽ ഞാൻ ട്രൈ ചെയ്യും. അപ്പൊ ഉറപ്പായിട്ടും അമ്മ എന്നെ എടുക്കും, ഇത് പ്രോമിസ്. ഇനി കുറേ നേരം അമ്മ എന്നെ മുറ്റത്തൂടെ കൊണ്ടു നടക്കും. എന്തിനാന്നറിയോ? എനിക്ക് മുറ്റത്തിറങ്ങാൻ ഒത്തിരി ഇഷ്ടാ. ഞാൻ കരഞ്ഞപ്പോ എന്റെ കരച്ചിൽ നിർത്താൻ കൊണ്ടുപോയതാ. മുറ്റത്തിറങ്ങിയ അമ്മ എനിക്ക് പൂക്കളും കാക്കയും കിളികളെയും ഒക്കെ കാണിച്ചു തരുമല്ലോ. ചിലപ്പോ എന്നെ മുറ്റത്തൂടെ നടത്തി ഉറക്കും. ഈ പൂക്കളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടാ. കുറെ കഴിയുമ്പോ എനിക്ക് പറിച്ചു കളയാനുള്ള പൂക്കളല്ലേ, സൂസമ്മയുടെ പൂക്കളാ. എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാനും മമ്മിയും ചെടിക്കകത്തെ പുല്ലുകളൊക്കെ പറിച്ചു കളയാ. രാവിലെ സൂസമ്മ വന്ന് നോക്കിയതാ. എന്നാലും എല്ലാത്തിനും എന്റെ കൈ വേണം. ഞാനാ അമ്മേനെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നേ. ഞാൻ ഇതൊക്കെ പറിച്ചു കളയട്ടെ, ഭയങ്കര തിരക്കാ ഞാനിപ്പം. ഇതാരാന്നറിയോ നിങ്ങക്ക്? ഇതാണ് മുത്തി. മുത്തി എന്ന് പറഞ്ഞ മുത്തശ്ശി. ഇത് സൂസമ്മയുടെ അമ്മയാ. ഞാൻ മുത്തിന്നാ വിളിക്കുന്നേ. മുത്തി ഉണ്ടല്ലോ, മരുന്ന് മേടിച്ചിട്ട് മിഠായി വാങ്ങി വരാനൊക്കെ പറഞ്ഞു പോയതാ. പിന്നെ പൊങ്ങുന്നുണ്ട് പിറ്റേ ദിവസം. ഉടുപ്പൊക്കെ മാറി നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എവിടെയോ ടാറ്റ പോവാനെന്ന്. എന്നെയും കൊണ്ടുപോയില്ല. എനിക്കും പോണോന്നൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മയും ചോദിച്ചു, എന്നെ കൊണ്ടുപോകാതെ ഞാൻ എന്നെ ഉമ്മ കൊടുക്കുന്നേ? പാതി മനസ്സൊക്കെ ഉണ്ടായിരുന്നു എനിക്കും പോവാനായിട്ട്. കൂടത്തിൽ പോവാൻ നാനും ഒത്തിരി വഴക്കുണ്ടാക്കി. പക്ഷേ അമ്മ എന്നെ വിട്ടില്ല. മുത്തി എന്നെ കൊണ്ടുപോയതുമില്ല. ഇത്ത മേടിക്കാൻ പോകുമ്പോ ഞാനും കൂടെ പോയാലെന്താ? ഇത്തൊക്കെ മേടിച്ചോണ്ട് വരുമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് കൂളായി. ഇത്ത മേടിക്കാനല്ലേ, ഞാൻ ഒന്നും മിണ്ടാതെ കൂടത്തിൽ പോയിട്ട് ആ കുഴിങ്ങ് വരത്തില്ലേ? എന്നെയും വിട്ടാലെന്താ? ഞാനൊരു പാവല്ലേ അല്ലേ കൂട്ടുകാരെ? പിന്നെ എന്റെ സങ്കടമൊക്കെ മാറ്റാൻ അമ്മ ഇങ്ങനെ എന്നെ കളിപ്പിക്കും. ഞാനിടയ്ക്ക് കരയുമ്പോ ഇതുപോലെയൊക്കെ എന്നെ കളിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്നെ ഇങ്ങനെ കളിപ്പിക്കുമ്പോ അല്ലുവാൻറ്റി ഒന്നേ ഫോണിൽ പാട്ട് വെച്ച് തരും, അല്ലേ ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നേ. ചിലപ്പോ അല്ലുവാൻറ്റി ആയിരിക്കും എന്നെ കളിപ്പിക്കുന്നേ. എന്നായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫീഡിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഉറങ്ങുക. അമ്മേനെ ഉറക്കിയിട്ട് ഇപ്പം പോവും. അങ്ങനെ പോവാതിരിക്കാനാ ഞാൻ ആ കൈ അവിടെ വെച്ചേ. പക്ഷെ ഉറക്കത്തിൽ എൻ്റെ കൈ ഞാൻ പോലും അറിയാതെ കട്ടിലയിലോട്ട് വീണുപോയി. കണ്ടോ അമ്മ പമ്മിപ്പോയത്. എന്നാലും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങട്ടെ. ഹലോ കൂട്ടുകാരെ, ഉറക്കൊക്കെ കഴിഞ്ഞ് ഫീഡിങ് എല്ലാം കഴിഞ്ഞതാ അമ്മ വീണ്ടും എന്നെ ഈ പായൽ കൊണ്ട് കിടത്തേക്ക. എന്തിനാന്നറിയോ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അത് ഞാൻ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഞാനുണ്ടല്ലോ കമ്മയെടുക്കാൻ തുടങ്ങി. ഒരു 3-4 തവണ കമ്മ കിടന്നു. അത് വീണ്ടും വീണ്ടും കാണാനുള്ള
കൊതിയുണ്ടാ അമ്മേനെ എപ്പോഴും വായിൽ കൊണ്ട് കേൾക്കണേ. പക്ഷെ ഞാൻ എപ്പോഴും ഒന്നും കമന്റില്ല കേട്ടോ. ഇപ്പതാ അമ്മ എന്നെ എക്സസൈസ് ചെയ്യിക്കുക. എനിക്ക് ഈ എക്സസൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ ഊർജ്ജമാകും. ഞാനെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാനാ അമ്മ എനിക്ക് എക്സസൈസ് ഒക്കെ ചെയ്ത് തരുന്നേ. ഇനി കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും കളിക്കും. ഇങ്ങനെ ഇരുന്ന് കളിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം അമ്മ ആ സമയത്ത് എനിക്ക് കഥകളൊക്കെ പറഞ്ഞു തരും. ആരുടെ കഥയായിരുന്നു അമ്മ പറഞ്ഞു തന്നെ? ആ കാക്കത്തമ്പുരാട്ടിയുടെ കഥ. ഈ കഥകളൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ കിടക്കും. ഒത്തിരി കഥ അമ്മ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഇപ്പതാ ഇതാണ് എൻ്റെ കളിക്കൂട്ടുകാരൻ. ഈ ബലൂൺ വെച്ചാൽ ഞാനിപ്പോ കളിക്കാറ്. ഇവന്റെ കഴുത്തിൽ പിടിച്ച് ഞാൻ ഞെക്കും, ഓടിക്കും. അപ്പൊ അവന്റെ വായിനൊരു സൗണ്ട് കേൾക്കും. ഇതാണ് എന്റെ സൂസമ്മമ്മി. സൂസമ്മമ്മി വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എന്നെ എടുത്തോണ്ട് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് എന്റെ കൂടെ ഒത്തിരി നേരം കളിക്കും, എന്നെ ഒത്തിരി ചിരിപ്പിക്കും. കുറേ നേരം ഇങ്ങനെ ഇരിക്കും. കണ്ടില്ലേ, എന്നെ ഒത്തിരി ഇഷ്ടാ. ഞാനപ്പോഴേക്ക് അമ്മേനെ ഒന്ന് നോക്കും. ഞാൻ ഈ ബ്ലൂബെറി പാല് കുടിക്കാത്തതിന് സൂസമ്മമ്മ എനിക്ക് സ്പൂണിൽ കൊടുത്തില്ല. വേറെ എന്തോ വന്നോട്ട് കുടിക്കുന്ന പാവം ഞാൻ. പിന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ, എന്നാലും പകുതി ഞാൻ തുപ്പിക്കളയും. അതാണ് ഞാൻ പറഞ്ഞില്ലാണ്ടോ നാട്ടില് പപ്പ വരുമെന്ന്. പപ്പ വന്നെന്ന് കൽപ്പിക്കുക. ഇനി എന്റെ കളി കണ്ടിരിക്കാൻ എല്ലാവരും പോയി കണ്ടോങ്ങിക്കേ. ഞാനേ കുറച്ച് നേരം കളിച്ചിട്ട് പോയി കണ്ടോങ്ങട്ടെ. അപ്പൊ ഇന്നത്തെ എന്റെ ഡേ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.